കർത്താവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടിവിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി 1000 നന്ദി യേശു രാജാവിന് അർപ്പിക്കുകയാണ്. ഓരോ ദിവസമുള്ള സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കഴിഞ്ഞ നാളുകളുടെ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു. ഗ്രേസ് ടിവിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, മിനിസ്ട്രി വിശാലമാകാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന വിലയേറിയതാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി ഇന്ന് രാവിലെ അനുഗ്രഹിക്കും. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53 അധ്യായം 5 വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ വാക്യത്തിൽ ഇങ്ങനെയുണ്ട്: അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആരുടെ അടിപ്പിണരുകളാലാണ്? യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ. പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകൻ, ഏതാണ്ട് യേശുക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനാണ് യെശയ്യാവ്. യേശു ജനിച്ചിട്ടില്ല, എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനവും ശുശ്രൂഷയും വിശേഷാൽ മരണ പുനരുത്ഥാനങ്ങളെക്കുറിച്ചും പ്രവചിച്ച പഴയ നിയമത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് യെശയ്യാവ്. ആ യെശയ്യാവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്: അവന്റെ അടിപ്പിണരുകളാൽ, യേശുവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന്. യേശുവിന്റെ കയ്യിലും കാലിലും അടിച്ച ആണികൾ, ആ മുറിവുകളാൽ, ആ മുറിവിൽ നിന്ന് ഒഴുകി വരുന്ന ആ സഹനങ്ങളിൽ തൻ്റെ ശരീരങ്ങളിൽ പൊടിഞ്ഞു വന്ന ഒഴുകിയിറങ്ങിയ ആ രക്തം കൊണ്ട്, ആ മുറിവേറ്റ കരങ്ങൾ കൊണ്ട് നമുക്ക് സൗഖ്യമുണ്ട് എന്ന് പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. ഏതാണ്ട് BC 740 BC 681 വർഷങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ് യെശയ്യാവ് എന്ന് കാണാൻ കഴിയും. യഹൂദ രാജ്യം യെരുശലേമിനെ കേന്ദ്രീകരിച്ച്, അതായത് യഹൂദ രാജ്യത്താണ് ഈ പ്രവാചകൻ ജീവിച്ചിരുന്നതും തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും. പശ്ചാത്തലം ഉസിയാവും, യോദാവും, ആഗാസും, ഹിസ്കിയാവും എന്നീ 4 പ്രവാചകന്മാരുടെ, നോക്കിക്കെ, രാജാക്കന്മാരുടെ കാലത്താണ് യെശയ്യാവ് ജീവിച്ചിരുന്നത്. യേശുവിന്റെ ജനനം, ശുശ്രൂഷ, മരണം എന്നിവയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് യെശയ്യാവ് പ്രവചിച്ചതായി നമുക്ക് ഈ പുസ്തകത്തിൽ കൂടെ കാണാൻ കഴിയും. അങ്ങനെ യേശുക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് രോഗസൗഖ്യം വന്നിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പരിശുദ്ധ ആത്മാവിൽ ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചതുപോലെ ഇന്ന് രാവിലെയും ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. നിങ്ങൾ ഒരു മാരക രോഗത്തിനടിമയാണോ? നിങ്ങൾ ആരാലും സഹായിക്കാൻ കഴിയാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന, വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ? ഒരുപക്ഷെ ഒരു നേരത്തെ ആഹാരത്തിനോ, ഒരു നേരത്തെ മരുന്നിനോ, ഒരു നേരത്തെ ആശ്വാസത്തിനോ നിന്റെ കൈക്ക് പിടിക്കുവാൻ ആരുമില്ലാതെ ഒറ്റപ്പെടലുകളും വേദനകളും കണ്ണുനീരും കഷ്ടതയും അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? അങ്ങനെയെങ്കിൽ പരിശുദ്ധ ആത്മനിറവിൽ ഞാൻ നിങ്ങളോട് പറയാം, 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകൻ യെശയ്യാവ് പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുകയാണ്: യേശുവിന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് രോഗസൗഖ്യമുണ്ട്. യേശുവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ, യേശുവിന്റെ കരം നിങ്ങൾക്ക് അനുകൂലമാകുമ്പോൾ, യേശുവിന്റെ കൈ നിങ്ങളുടെ മേൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. യേശുക്രിസ്തു പല നിലയിൽ ഇവിടെ സൗഖ്യങ്ങൾ കൊടുത്തതായി വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിപ്രധാനമായ 2-3 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. മത്തായി സുവിശേഷം 8:7 പറയുന്നു, യേശു തൊട്ട് സൗഖ്യമാക്കിയെന്ന്.
മത്തായി 8:8 പറയുന്നു, യേശു കർത്താവ് വാക്കിനാൽ സൗഖ്യമാക്കിയെന്ന്. എന്ന് പറഞ്ഞാൽ തൊട്ട് സൗഖ്യമാക്കുന്നു, രോഗിയെ തൊടുന്നു, തൊട്ട് സൗഖ്യമാക്കുന്നു, രോഗിയോട് സംസാരിക്കുന്നു, വാക്കുകൊണ്ട് സൗഖ്യമാക്കുന്നു. എന്നാൽ മർക്കോസ് 2:3 മുതൽ 5 വരെ വായിക്കുമ്പോൾ അവിടെ കാണുന്നു യേശു അവരുടെ പാപങ്ങൾ മോചിച്ച് സൗഖ്യമാക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു, പക്ഷേ ഇനി നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു സൗഖ്യമാക്കുന്നു. അപ്പൊ 3 നിലയിൽ യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. ഇന്ന് രാവിലെ ഈ 3 നിലയിൽ സൗഖ്യമാക്കുന്ന യേശു ഏതെങ്കിലും ഒരു നിലയിൽ താങ്കളെ സൗഖ്യമാക്കും. ഒന്നുകിൽ കഴിഞ്ഞ നാളുകളിൽ നീ ചെയ്തു പോയ, പറഞ്ഞുപോയ, കൂട്ടിവെച്ച, ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ആ കാഠിന്യത അതിനെ നീക്കി കഴുകിക്കളഞ്ഞിട്ട് യേശുവിന്റെ രക്തം കൊണ്ട് അതിനെ മായിച്ചു കളഞ്ഞിട്ട് നിനക്ക് സൗഖ്യം തരും. അല്ലെങ്കിൽ രോഗം പാപനിമിത്തമല്ല, ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെങ്കിൽ അത് തൊട്ട് നിന്നെ സൗഖ്യമാക്കും. ബർത്തിമായിയുടെ കണ്ണിനെ തൊട്ട് സൗഖ്യമാക്കിയതുപോലെ, ചെകിടനായ വ്യക്തിയുടെ കാതെ തൊട്ട് സൗഖ്യമാക്കിയതുപോലെ കർത്താവ് നിങ്ങളെ തൊട്ട് സൗഖ്യമാക്കും. അല്ലെങ്കിൽ യേശുവിന്റെ വാക്കിനാൽ, വചനത്താൽ നിങ്ങൾ സൗഖ്യമാകും. ഒന്നുകിൽ വാക്കുകൾ കൊണ്ട് നീ സൗഖ്യമാകും, അല്ലെങ്കിൽ തൊട്ട് നീ സൗഖ്യമാകും. ദൈവത്തിന്റെ കരുതൽ എന്തായാലും നിനക്ക് ഇന്ന് പകൽ വിടുതല. ഇവിടെ അടിപ്പിണരുകളാൽ സൗഖ്യമാക്കും എന്നാണ് പ്രവാചകൻ പറയുന്നത്. തൊട്ട് സൗഖ്യമാക്കുന്നതും പറഞ്ഞ് സൗഖ്യമാക്കുന്നതും പാപം മോചിച്ച് സൗഖ്യമാക്കുന്നതിലും എത്രയോ വ്യത്യസ്തമാണ്. മുറിവേറ്റ കരം നമ്മുടെ മുറിവിന്റെ മേൽ, രോഗത്തിന്റെ മേൽ ഒന്ന് തൊട്ട് കഴിയുമ്പോൾ, നമ്മളെ ഒന്ന് സ്പർശിച്ചു കഴിയുമ്പോൾ, ആ മുറിവേറ്റ കരത്തിൽ നിന്നും ആമെ പൊങ്ങി വരുന്ന ആ ദൈവശക്തിയുടെ വ്യാപാരം കൊണ്ട് എൻ്റെ രക്തത്തെ ശുദ്ധീകരിച്ച്, എൻ്റെ മാംസത്തെ ശുദ്ധീകരിച്ച്, എൻ്റെ കണ്ണിനെ, നാക്കിനെ, മൂക്കിനെ, എൻ്റെ ഹാർട്ടിനെ, ലിവറിനെ, എൻ്റെ ബോണിനെ, എൻ്റെ ബ്ലഡിനെ, എൻ്റെ വെയിനുകളെ ശുദ്ധീകരിച്ച് എന്നിലെ രോഗങ്ങളെ മാറ്റി സൗഖ്യം തരുവാൻ എൻ്റെ യേശുവിന് കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നിങ്ങൾക്ക് തരുമ്പോൾ എനിക്ക് ഉറച്ചു പറയാൻ കഴിയും, എന്നെ സൗഖ്യമാക്കിയൊരു ദൈവമുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കിയൊരു ദൈവമുണ്ട്. മാരക രോഗങ്ങളിൽ നിന്ന് വിടുവിച്ച, ആമേൻ, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ച, മരണത്തിന്റെ പാശങ്ങളിൽ നിന്ന് വിടുവിച്ച ഒരു ദൈവത്തെ എനിക്കറിയാം. അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന താങ്കൾ ഒരു രോഗിയായിരിക്കാം. ആ രോഗത്തെ സൗഖ്യമാക്കുവാൻ ഞാൻ പറയുന്ന എൻ്റെ യേശുവിന് കഴിയും. യെശയ്യാവ് യേശു ജനിക്കുന്നതിന് മുമ്പ്, യേശു ജനിച്ചിട്ടില്ല, കന്യക ജനനമെടുത്തിട്ടില്ല. എന്നാൽ യേശു ജനിക്കുന്നതിന് മുമ്പ് പഴയ നിയമകാലത്തെ യഹൂദ രാജ്യത്തിരുന്നു കൊണ്ട് ഇസ്രായേൽ മക്കളോട് പ്രവാചകൻ പ്രവചിച്ചു പറയുകയാണ്, നമുക്കൊരു ശിശു ആമേ വരുന്നുണ്ട്, ജനിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലുണ്ട്. ആമേൻ. അപ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ കർത്താവ് ആരാണ്? അത്ഭുത മന്ത്രി, വീരനായ ദൈവം, സമാധാനത്തിന്റെ പ്രഭുവാകുന്നു എന്ന് പറയുന്നു. ഈ അത്ഭുത മന്ത്രി, വീരനായ ദൈവം, സമാധാനത്തിന്റെ പ്രഭുവായിരിക്കുന്ന യേശുവിൽ കൂടെ നിങ്ങളുടെ രോഗങ്ങൾക്ക് ഒരു വിടുതലുണ്ട്. ഏത് ഡോക്ടറിനേക്കാൾ വലിയവനായ ക്രിസ്തു. നോക്കുക, ആമേൻ, 38 വർഷം ഒരു കുളക്കരയിൽ ദൂതൻ കുളം കലക്കുമ്പോൾ ആ കുളത്തിലിറങ്ങി സൗഖ്യമാകാൻ, ആമേൻ, ആ യെരുശലേമിൽ 5 മണ്ഡപത്തിനകത്ത് നാനാവിധ രോഗികൾ കിടക്കുമ്പോൾ, പക്ഷവാതം പിടിച്ച് എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ, ഒന്ന് നിരങ്ങിപ്പോകാൻ കഴിയാതെ തളർന്നു കിടക്കുന്ന തളർവാദ രോഗി 38 വർഷമായി ആ കുളക്കരയിൽ കിടക്കുമ്പോൾ അവനെ എടുത്തിറക്കാൻ ആരുമില്ല, അവന്റെ കൈക്ക് പിടിക്കാൻ ആരുമില്ല, ആ വെള്ളത്തിലേക്ക് ചാടാൻ എനിക്ക് സ്വയമേ കഴിയില്ല. പക്ഷെ 38 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് അവന്റെ അടുക്ക ചെല്ലുകയാ. യേശുവിനേക്കാൾ പ്രായം കൂടിയ രോഗമുള്ള ആ വ്യക്തിയോട് യേശു ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടെങ്കിൽ യേശു ഇപ്പോൾ നിന്നെ സൗഖ്യമാക്കും. യേശു പറയുകയാണ്, നിന്റെ കിടക്ക എടുത്ത് നടക്കുക. അതേ പ്രിയരെ, 38 വർഷം കുളക്കരയിൽ കിടന്ന വ്യക്തി യേശുവിന്റെ ഒരു വാക്കിന്റെ മുമ്പിൽ അവൻ കിടക്ക എടുത്ത് നടന്ന് ആ മണ്ഡപമെല്ലാം അതിശയിക്കുമാറ് അവന്റെ വീട്ടുകാരും നാട്ടുകാരും പള്ളിക്കാരും കൂട്ടുകാരും
അതിശയിക്കുമാറ് 38 വർഷത്തിന് ശേഷം 38 വർഷം പഴക്കമുള്ള രോഗത്തെ സൗഖ്യമാക്കാൻ എൻ്റെ യേശു അപ്പായിക്ക് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാവിലെ നിന്റെ രോഗത്തെ കഴിഞ്ഞ 7 വർഷമായി 2 വർഷമായി 3 മാസമായി നീ അനുഭവിക്കുന്ന നിന്റെ രോഗത്തെ, നിന്റെ തളർച്ചയെ, നിന്റെ പക്ഷാപാതത്തെ, നിന്റെ ക്യാൻസറിനെ, നിന്റെ ആ പാൻക്രിയാസിന്റെ പ്രയാസത്തെ, നിന്റെ ലിവർ സംബന്ധമായ വിഷയത്തെ, നിന്റെ ബ്രെയിൻ സംബന്ധമായ വിഷയത്തെ, എന്തുമാകട്ടെ, ഇന്ന് രാവിലെ നിനക്ക് സൗഖ്യമുണ്ട്. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ, കിടക്കുന്ന കിടക്കയിൽ ഇരുന്നു കൊണ്ട് യേശുവേന്നൊന്ന് വിളിക്ക്. യേശുവിന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം കിട്ടും. തൊട്ടല്ല, വാക്കിനാലല്ല, പാപം മോചിച്ചല്ല, അവന്റെ മുറിഞ്ഞ കരങ്ങൾ കൊണ്ട്, ഓ ജീസസ്, അവന്റെ രക്തമുള്ള കൈ കൊണ്ട് നിന്നെ സൗഖ്യമാക്കും. ആ സൗഖ്യം ആഗ്രഹിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഇന്ന് രാവിലെ കുറെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പലവിധമായ രോഗങ്ങൾ അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നു. നിങ്ങൾ ആര് തന്നെ ആകട്ടെ, ഒരു പുരുഷനോ സ്ത്രീയോ, ഹല്ലേലൂയ, അല്ലെങ്കിൽ നീ ഒരു പണക്കാരനോ നീ ഒരു സാധുവായോ വ്യക്തിയോ ആരുമാകട്ടെ, യേശു നിന്നെ ഇപ്പോൾ സൗഖ്യമാക്കും. നിന്റെ വേദനയുള്ള, രോഗമുള്ള ഭാഗത്ത് നിനക്ക് തന്നെ കൈവയ്ക്കാൻ പറ്റുമെങ്കിൽ കൈവച്ച് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ ഒരു ഹീലിംഗ്, ഒരു വലിയൊരു മിറക്കിൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക. ഒരു വിടുതൽ ഇന്ന് പകൽക്കാലം വെളിപ്പെടാൻ പോകുക. എൻ്റെ കൂടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ സൗഖ്യമാ യേശുവിന്റെ അടിപ്പിണരുകളാൽ. അപ്പാ, ഈ മക്കളെ സൗഖ്യമാക്കണേ. ഇവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണേ. ഇവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണേ. ഇവരുടെ കണ്ണുനീരിന് വ്യത്യാസം വരുത്തണേ. ഒരു പൂർണ്ണമായ വിടുതൽ ഇപ്പോൾ ഈ മക്കളുടെ മേൽ കർത്താവ് പകരണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂർണ്ണ വിടുതൽ, പൂർണ്ണ സൗഖ്യം ഇപ്പോൾ നിന്റെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തീർച്ചയായും നിങ്ങൾക്ക് കർത്താവ് സൗഖ്യം തന്നിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ സൗഖ്യമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ സാക്ഷ്യം പറയുക. കർത്താവിന്റെ കരുതൽ വലുതാണ്. യേശുവിന്റെ അടിപ്പിണരുകളാൽ, പ്രവാചകൻ പറഞ്ഞ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുകയാ. വിശ്വസിക്ക്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.